എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ റോസ്റ്റാണ് തയ്യാറാക്കുന്നത്. ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുക്കാതെ തന്നെ എണ്ണയിൽ ഫ്രൈ ഒന്നും ചെയ്യാതെ പുറമേ മുരിഞ്ഞും ഉള്ളിൽ സോഫ്റ്റുമായിട്ടുള്ള ചിക്കൻ റോസ്റ്റാണിത്. ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്നതിന് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് 1/4 ടീസ്പൂൺ എന്നിവ ചേർത്ത് ചിക്കൻ നന്നായി മസാലകൾ തേച്ച് പിടിപ്പിക്കണം. ചിക്കനിൽ ചേർത്തിട്ടുള്ള മസാലകൾ നന്നായി പിടിക്കുന്നതിന് വേണ്ടിയിട്ട് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഈ ചിക്കൻ റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെക്കാം. ഒരു പാൻ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി എന്നിവ രണ്ടും ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ചേർത്ത് കൊടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി നന്നായി മുരിഞ്ഞു കഴിയുമ്പോൾ ഇതിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, സവാള വഴന്നു വരുന്നതിന് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഇവയൊന്ന് വഴറ്റിയെടുക്കണം. ഈ സവാളയിലേക്ക് എരിവിനാവശ്യമായ 3 പച്ചമുളക് നീളത്തിലരിഞ്ഞ്, 2 തണ്ട് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുത്ത് ഈ സവാളയൊന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം സവാളയുമായി ഇളക്കി യോജിപ്പിക്കണം. ചേർത്ത് കൊടുത്തിട്ടുള്ള തക്കാളി നന്നായി ഉടയുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല എന്നിവ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് വേണം പൊടികൾ വഴറ്റിയെടുക്കാനായിട്ട്. ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളുടെ പച്ചമണം മാറി വന്നതിന് ശേഷം നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഈ മസാലയുമായി ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ചേർത്ത് കൊടുത്തിട്ടുള്ള മസാലയും ചിക്കനും കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അടച്ച് വെച്ച് വേവിക്കുന്ന സമയത്ത് ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങും. അതിനാൽ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഈ ചിക്കൻ വേവിച്ചെടുക്കാനായിട്ട്. ചിക്കനിൽ നിന്നും വെള്ളമൊക്കെ ഇറങ്ങി വന്നതിന് ശേഷം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം വറ്റുന്നവരെ ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. ചിക്കൻ വെന്ത് വന്നിട്ടുള്ളതിനാൽ ഇത് തുറന്ന് വെച്ച് വേണം ഇതിൽ വെള്ളം വറ്റുന്നവരെ നന്നായി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഡ്രൈ ആക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വേണം ഈ ചിക്കൻ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ചിക്കൻ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.